2024 ബോധി പുരസ്കാരം നോവലിസ്റ്റ് പുഷ്പമ്മയ്ക്ക് സമർപ്പിച്ചു. കാഞ്ചിയാറിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ പുരസ്കാരം പുഷ്പമ്മയ്ക്ക് നൽകി. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ, ഷേർലി തോമസ്, അഡ്വക്കേറ്റ് VS ദീപു, ജെയിംസ് P ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 2024 ബോധി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മയാണ് അർഹയായിരിക്കുന്നത്. പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു. ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ. ഊരുകൈയടക്കി വാഴുന്നവൻ എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം. ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവലെന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ വേറിട്ട് നിർത്തുന്നത്. ഒപ്പം നോവൽ എഴുത്തുകാരിയുടെ ആത്മാംശവും ഉണ്ട്. കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ പുരസ്കാരം പുഷ്പമ്മയ്ക്ക് സമർപ്പിച്ചു. ഇതുപോലെയുള്ള ഈ ബോധി ഗ്രന്ഥശാല പോലെയുള്ള അംഗങ്ങളായ ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരും വഴിതെറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം അവരുടെ മനസ്സിനെ മറ്റു മേഖലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കലാപരമായി കായികപരമായി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തിയെടുത്തുകൊണ്ട് നാടിന് ഉദാത്തമായ നല്ല പൗരനെ വളർത്തിയെടുക്കുവാനുള്ള വലിയൊരു പ്രക്രിയയാണ് കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ കാഞ്ചിയാറ്റിൽ ഈ സംഘടന ചെയ്യുന്നത്. മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ, ഷേർലി തോമസ്, അഡ്വക്കേറ്റ് VS ദീപു, ജെയിംസ് P ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.